ഒരു വിഷയം വരുമ്പോൾ വേദന അല്ലെങ്കിൽ ദുരന്തം, അത് മതവും ജാതിയും നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, പ്രകൃതിയിൽ എപ്പോഴും ഇത് ഉണ്ടാവും. കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. കർത്താവ് ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യണില്ല. കർത്താവ് പറഞ്ഞു ശിലോഹയിലെ കുളം, ശിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ്, ഉയർന്നു നിൽക്കണൊക്കെ ഇടിഞ്ഞു വീഴുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉയർന്നു നിൽക്കണ എന്ത് ഉയർന്നു നിന്നാലും അത് എപ്പോഴെങ്കിലും നാളെ ഇടിഞ്ഞു വീഴും. മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും ശാസ്ത്രമൊക്കെ വളരണ അനുസരിച്ച് ദൈവം എന്തിനാണ് ഈ ശാസ്ത്രത്തെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ മദ്രാസ് നഗരം മുഴുവനും ഒരു മഴ പെയ്താൽ മതി, അപ്പം തന്നെ വെള്ളം നിൽക്കും, കഴുത്തപ്പം വെള്ളം നിൽക്കും. ബ്രിട്ടീഷുകാർ ഭരിക്കണ കാലത്ത് മദ്രാസ് നഗരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കിയിട്ടുണ്ട് അവർ. അവിടെ അന്ന് പുഴയായിട്ട് വെള്ളം ഒഴുക്കൊണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഫ്ലാറ്റ് പണിത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത്.